നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോളാർ വിഷയം ഉയർത്തി പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് VS. ഇന്ന് ഇതുപോലെ നാണം കെട്ടൊരു മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള സീറ്റിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. സരിതയ്ക്കും ബിജുവിനും സർക്കാരിനോട് പകയെന്ന് മുഖ്യമന്ത്രി. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത മുദ്രവച്ച കവറിൽ പെൻഡ്രൈവ് കൈമാറി. പിണറായി വിജയൻ മത്സരിച്ചാൽ താൻ മത്സരിക്കില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് VS. ഇത്തരം വാർത്തകൾ പാർട്ടി ശത്രുക്കളെ സഹായിക്കാൻ LDF ഒറ്റക്കെട്ടെന്നും VS. അഴിമതിയുടെ ചെറിയ തെളിവെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെന്ന് രാഹുൽ ഗാന്ധി. ബാറുകൾ തുറക്കുമോ എന്ന് ഇടതുമുന്നണി വ്യക്തമാക്കണം. ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ നേതാക്കൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകണമെന്ന് AK ആന്റണി. ജനരക്ഷായാത്രയ്ക്ക് സമാപനം. സിയാച്ചിൻ ഹിമപാതത്തിൽ ജീവനോടെ കണ്ടെടുത്ത ഹനുമന്തപ്പയുടെ നില അതീവ ഗുരുതരം. പ്രാർത്ഥനയോടെ രാജ്യം. പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി. അപകടത്തിൽപ്പെട്ട 5 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. സാഫ് ഗെയിംസിൽ മലയാളികൾക്ക് സ്വർണ്ണ തിളക്കം. ലോങ് ജമ്പിൽ മയൂഖ ജോണിക്ക് റെക്കോർഡ് സ്വർണം. നീന്തലിൽ സജ്ജൻ പ്രകാശനും PV മധുവിനും 2ാം സ്വർണം. ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ താൻ മത്സരിക്കുകയില്ലെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത വിഷയമാണ് ഇത്. ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് പാർട്ടി ശത്രുക്കളെ സഹായിക്കാനാണെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. LDF ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന് VS പ്രസ്താവനയിൽ പറഞ്ഞു. പിണറായി വിജയൻ മത്സരിച്ചാൽ താൻ മത്സരിക്കുകയില്ലെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെന്നാണ് VS തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ മത്സരിക്കുകയില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത ഇത്തരമൊരു അവാസ്തവം പ്രകടിപ്പിക്കുന്നത് ബോധപൂർവം പാർട്ടി ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടിയാണ്. പാർട്ടിയും LDFും ഒറ്റക്കെട്ടായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വരികയും ചെയ്യും. ഇതാണ് VSന്റെ പത്രക്കുറിപ്പിന്റെ പൂർണ്ണരൂപം. താൻ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് VS പ്രസ്താവനയിൽ എവിടെയും പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. VS മത്സരിക്കാൻ സന്നദ്ധനാണെന്ന സൂചന പ്രസ്താവനയിലൂടെ വായിച്ചെടുക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഈ വിഷയം ഇപ്പോൾ പ്രസക്തമല്ല എന്ന് മാത്രമേ VS തന്റെ പ്രസ്താവനയിൽ പറയുന്നുള്ളൂ. അതായത് പിന്നീട് ഇത് പ്രസക്തമാകുമെന്ന വ്യംഗ്യാർത്ഥം വാചകങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം PM സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി, C ദിവാകരൻ, CPI നിയമസഭാ കക്ഷി നേതാവ്, NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ, KK രമ RMP നേതാവ്, B ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ, സംവിധായകൻ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ശ്രീ NM പിയേഴ്സൺ, VSന്റെ എല്ലാ പ്രസ്താവനകളും സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകർ അതിനകത്ത് എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കും. മുമ്പൊരിക്കൽ CCയിൽ പിണറായിയും VSും മത്സരിക്കുന്നില്ല എന്ന തീരുമാനമെടുത്താണ്. രണ്ടുപേരും തന്നെയാണ് പറഞ്ഞത് മത്സരിക്കുന്നില്ല എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെത്തി VS പാർട്ടി ഘടകങ്ങളെ കൊണ്ട് പ്രമേയം പാസാക്കി എഴുതുകയും വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടാക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കും. ഇത്തവണ പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും അത് ഇപ്പോൾ പ്രസക്തമല്ല എന്നും പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള യോജിപ്പ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള വിഭാഗീയത തുടരുകയാണെങ്കിൽ പാർട്ടി അണികളും പൊതുസമൂഹവും പാർട്ടിക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത പോലും മങ്ങാനുള്ള ഒരവസ്ഥയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് VSO പിണറായി വിജയനോ പരസ്പരം പോരടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ അവർ പറയുന്നതല്ല എങ്കിൽ പോലും സമൂഹം അത് കാതോർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടോ എന്ന്. VSൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത മിക്കവാറും എനിക്ക് തോന്നുന്നു VSൻ്റെ എതിരാളികൾ വലിയ തോതിൽ പ്രത്യാശിക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതയാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത പൊട്ടിജനിക്കുന്നതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. തുടരുക. RMP നേതാവ് KK രമ. ശ്രീമതി KK രമ, പിണറായി വിജയനോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ VS ഇല്ല എന്ന പ്രസ്താവന നിരാകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വാർത്ത നിരാകരിച്ചിരിക്കുകയാണ് VS അച്യുതാനന്ദൻ. ഇതിൻ്റെ അർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSും പിണറായിയും ഒറ്റക്കെട്ടായി LDFിൻ്റെ മുന്നണിയിലുണ്ടാകും എന്നല്ലേ? VSും കൂടി മത്സരിക്കുന്നു പിണറായി വിജയനോടൊപ്പം എന്നല്ലേ?
നികേഷ്, ഞാൻ ഇതിനെ ആ തരത്തിലല്ല കാണുന്നത്. ഞാൻ ഇവിടെ വി എസ് മത്സരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനേക്കാൾ അപ്പുറത്തേക്ക്, അതിന്റെ ഒരു വിഷയത്തിനേക്കാൾ അപ്പുറത്ത് പ്രാധാന്യം വി എസ് ഈ പൊതുമണ്ഡലത്തിലുയർത്തിയ കുറെ നിലപാടുകളുണ്ട്. വി എസ് എടുത്ത വളരെ കൃത്യമായ ചില നിലപാടുകൾ, വിട്ടുവീഴ്ചയില്ലാത്ത ചില നിലപാടുകൾ പല കാര്യങ്ങളിലും സഖാവ് വി എസ് എടുത്തിരുന്നു നേരത്തെ. അപ്പൊ ആ നിലപാടുകളാണ് ഒരു പക്ഷേ വി എസിനെ ഇത്രയും പൊതു സ്വീകാര്യനാക്കി കേരളത്തിന്റെ മണ്ഡലത്തിൽ വി എസ് ആക്കി മാറ്റിയത് അദ്ദേഹം എടുത്ത നിലപാടുകളായിരുന്നു. ഇന്ന് ആ നിലപാടുകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പറയുമ്പോൾ ഒരു പക്ഷേ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമായാലും രാഷ്ട്രീയ കൊലപാതകങ്ങളോടുള്ള പോരാട്ടത്തിനെ സംബന്ധിച്ചുള്ള നിലപാടുകളായാലും വികസന കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും എല്ലാം ആ നിലപാടുകളിൽ നിന്ന് ആ പാർട്ടി നിലപാട് അതിൽ നിന്നൊക്കെ പിറകോട്ട് പോയപ്പോൾ ഒരു പക്ഷേ വി എസ് ഉയർത്തിയ നിലപാടിലേക്ക് പാർട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി എസിന് കഴിഞ്ഞിട്ടുണ്ടോ? അത് എത്രമാത്രം വി എസ് ആ നിലപാടിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പൊ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ബാലകൃഷ്ണ പിള്ളയെ ജയിലിലാക്കാൻ വരെ നടത്തിയ വി എസിന്റെ പോരാട്ടം വളരെ ശക്തമായിട്ട് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ. പക്ഷേ ആ ബാലകൃഷ്ണ പിള്ളയെ മുന്നണിയിൽ ചേർത്തുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ LDF മത്സരിക്കാനിരിക്കുന്നത്. അപ്പൊ അവിടെ വി എസിന്റെ നിലപാട് എന്താണ്? ഇപ്പൊ വികസന കാര്യത്തിൽ പിണറായി വിജയന്റെ ജാഥ നടക്കുന്ന സമയത്ത് വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് വ്യക്തമായി കൊണ്ടാണ് പിണറായി ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അവിടെ പ്രഖ്യാപിക്കുകയാണ്. വികസന നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ വികസന നയത്തിനോട് വി എസ് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വിഴിഞ്ഞം പദ്ധതിയായാലും ആതിരപ്പള്ളി പ്രൊജക്ട് ആയാലും അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ വി എസ് നേരത്തെ കൈക്കൊണ്ട നിലപാടിന് വിരുദ്ധമായിട്ടാണ് പാർട്ടി പോകുന്നത്. ആ നിലപാടിൽ ഇപ്പോഴും വി എസ് നിൽക്കുന്നുണ്ടോ എന്നതാണ് താങ്കളുടെ അഭിപ്രായം. വീണ്ടും NM പിയേഴ്സൺ താങ്കളിലേക്ക് വരികയാണ്. പിണറായി നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ വി എസ് മത്സരിക്കുകയില്ല എന്ന വാർത്ത നിരാകരിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ ഒരു പ്രസ്താവന പുറത്തിറക്കുമ്പോൾ അത് ഇപ്പോൾ പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ നാളെ പിണറായി വിജയനെതിരായ കേസ് ഹൈക്കോടതിയിൽ വരികയും വിചാരണ കോടതിയുടെ നടപടി റദ്ദ് ചെയ്യുകയും പിണറായി വിജയൻ കുറ്റപത്രത്തിൽ പേര് വീണ്ടും ചേർക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം ഇതായിരിക്കില്ല എന്ന് രേഖപ്പെടുത്തലായി ഇന്നത്തെ വാർത്താക്കുറിപ്പിനെ കാണാമോ? തീർച്ചയായിട്ടും അതങ്ങനെ കാണുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വി എസും അതേപോലെ തന്നെ പിണറായിയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ KK രമ സൂചിപ്പിച്ചതുപോലെ വി എസിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് കേരളം വി എസിനോട് ചോദിക്കും. അതിനുത്തരം തീർച്ചയായിട്ടും വി എസ് പറയേണ്ടതായിട്ട് വരും. പക്ഷേ CPM-നകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വി എസും പിണറായിയും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ്. ഇന്നത്തെ ഈ പ്രസ്താവനയ്ക്കകത്ത് വി എസ് സൂചിപ്പിച്ചിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ഇതാണ്: പിണറായി ആ കേസിൽ വീണ്ടും പ്രതിയേർക്കപ്പെട്ടാൽ അങ്ങനെ പ്രതിയേർക്കപ്പെട്ട പിണറായിക്കൊപ്പം ഞാൻ മത്സരിക്കാനില്ല എന്ന് സൂചന നൽകാനുള്ള സാധ്യതയാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അതായത് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ട്രാക്ക് ഇന്നത്തോടുകൂടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഉബൈദ് പറയുന്നു, ജസ്റ്റിസ് P. ഉബൈദ് പറയുന്നു, ഫെബ്രുവരി 3rd വീക്കോടുകൂടി പിണറായി വിജയൻ്റെ SNC ലാവ്ലിൻ കേസ് ഞാൻ കേൾക്കാം, അക്കാര്യത്തിൽ പരമാവധി വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 2ാം വാരത്തിൽ ഇത് കേൾക്കുകയാണെങ്കിൽ മാർച്ച് 31-ന് കോടതി അവസാനിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വിധി പറയേണ്ടി വരും. രണ്ടാമത്തേത്, ഇന്ന് വി എസ് അച്യുതാനന്ദൻ പറയുന്നു ഇപ്പോൾ പ്രസക്തമല്ല എന്ന്. അപ്പോൾ പ്രസക്തമാക്കാനുള്ള ഒരു രേഖപ്പെടുത്തലായി ഇത് മാറുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ട്രാക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ജുഡീഷ്യറി ആണെങ്കിൽ, രണ്ടാമത്തേത് കേരളത്തിലെ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം പാർട്ടിയിലെ എതിരാളി. തീർച്ചയായും അങ്ങനെ തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക്. കേരളം ഇപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് നീതിപീഠത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ യാതൊരു വിധമായിട്ടുള്ള ധാർമ്മികതയില്ല എന്നുള്ളതാണ്. ആർക്കും എന്തിലിടപെടാനും ഏത് രീതിയിലേക്കും അത് മാറ്റം ചെയ്യാനും കഴിയും എന്ന തരത്തിലേക്ക് പൊതുസമൂഹം വിശ്വസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുക? ഒരു ജഡ്ജി എന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്. ഒരു ജഡ്ജി പറയുന്ന മറ്റൊരു ജഡ്ജിക്ക് സ്വീകാര്യമല്ല. എവിടെയാണ് ഈ നീതി എന്ന് പറയുന്ന സാധനം? എവിടെയാണ് ധാർമ്മികത? രാഷ്ട്രീയത്തിൽ ഇതെവിടെയാണ്? ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ജുഡീഷ്യറി എങ്ങനെ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളത് സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ളതാണ്. അപ്പം കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഇതേ P. ഉബൈദിൻ്റെ ബെഞ്ചിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും K. ബാബുവിനും
ആര്യാടൻ മുഹമ്മദിനും 2 മാസത്തെ സ്റ്റേ ലഭിച്ചത്. ഈ 2 മാസത്തെ സ്റ്റേ ലഭിക്കുന്നതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് അവരുടേതായ കസേരകളിൽ ഇരിക്കാനുള്ള അനുവാദമാണ് കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം പിണറായി വിജയൻ്റെ കാര്യത്തിലോ ഈ പറയുന്ന ഫെബ്രുവരി 2ാം വാരത്തിൽ കാര്യങ്ങൾ എടുക്കുകയും മാർച്ച് 31-ന് മുമ്പ് കാര്യങ്ങൾ തീർപ്പാക്കുകയും ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു തീർപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിന് സമാന്തരമായിട്ട് വേറൊരു കാര്യത്തിലാണ് വി.എസ്. അച്യുതാനന്ദൻ ഇടപെടുന്നത്. ഇനി അഥവാ ഇവിടെ എന്തെങ്കിലും ഒരു ഒഴിവരികയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ അവിടെ ഞാൻ എൻ്റേതായ നിലപാടെടുക്കുമെന്ന്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സ്വാഭാവികമായും ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുകയാണ്. അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ ലൈൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൂട്ടി തയ്യാറാകലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല ഭരണകൂടം ഇത്തരത്തിൽ ഉള്ള ഇടപെടലുകളിലേക്ക് വരികയും അവിടെയൊന്നും നീതിയല്ല ആത്മനിഷ്ഠമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കപ്പെടുക എന്ന് തോന്നുകയും ചെയ്തു. എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയത്തിലോ നീതിപീഠത്തിലോ വിശ്വസിക്കാനായിട്ട് കഴിയുക? ആരാണ് ഇതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നതെങ്കിൽ ജനങ്ങൾക്കിതിലുള്ള വിശ്വാസം, നീതിപീഠത്തിലും വിശ്വാസം ഉണ്ടാവില്ല, രാഷ്ട്രീയ നേതൃത്വത്തിലും വിശ്വാസം ഉണ്ടാവില്ല. അതാണ് പൊതുവായിട്ട് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് CPM-ൽ ഇപ്പോഴുള്ള ശാന്തത വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായി കാണേണ്ടതുണ്ടോ? യുദ്ധത്തിനുള്ള ഒരു വലിയ വെടിക്കൊപ്പ് അവിടെ എപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയവായി തുടരുക. സി ദിവാകരൻ, CPI നിയമസഭാ കക്ഷി നേതാവ്. സി ദിവാകരൻ, ഇന്ന് വി.എസ്. അച്യുതാനന്ദൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. പിണറായി നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കുകയില്ല എന്ന വാർത്ത വസ്തുത വിരുദ്ധമാണ്. ഇപ്പോൾ പ്രസക്തമല്ലാത്ത ഇത്തരമൊരു അവാസ്തവം പ്രകടിപ്പിക്കുന്നത് പാർട്ടി ശത്രുക്കളെ സഹായിക്കാനാണ് എന്നാണ്. എങ്ങനെ കാണുന്നു ആ പ്രസ്താവനയെ താങ്കൾ? പിണറായിയും വി.എസും മത്സര രംഗത്തുണ്ടാകും എന്നാണോ, അതോ പിണറായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനില്ല എന്നാണോ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ആ വാർത്ത പൂർണ്ണമായിട്ട് വി.എസ്. നിഷേധിച്ചിരിക്കുകയാണല്ലോ. അഭ്യൂഹങ്ങളും വാർത്തകളും നിറം പിടിപ്പിച്ച പലതും ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഒറ്റ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ CPM-നകത്തുള്ള കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്തുക ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താല്പര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് ഭരണത്തിലിരിക്കുന്ന UDF-ന്റെ ആളുകൾ തന്നെയാണ്. അതൊക്കെ ആയിരിക്കും, അവരത് ചെയ്യുമല്ലോ. ഒരു കാര്യം എതിർപക്ഷത്തുള്ള മാധ്യമങ്ങളും സ്വാഭാവികമായും CPM-ന് എതിർപക്ഷമുള്ള കോൺഗ്രസ് പാർട്ടിയും BJP-യും ഒക്കെ ആ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കും. അവരൊന്നും സന്യാസത്തിലല്ലല്ലോ ഉള്ളത്, മാധ്യമപ്രവർത്തനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുമാണല്ലോ ഉള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, പിണറായിക്കൊപ്പം താനും മത്സരിക്കാനുണ്ട് എന്നാണോ, അതോ പിണറായി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മത്സരിക്കാനില്ല എന്നാണോ വി.എസ്.? താങ്കളാണല്ലോ തൊട്ടടുത്തിരിക്കുന്നത് വി.എസ്. അച്യുതാനന്ദൻ്റെ. വി.എസിന് ഈ രണ്ട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായി കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് പോരാടുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് വി.എസിന് ആദ്യമായിട്ടുള്ളത്. രണ്ടാമത് മത്സരത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം മത്സരിക്കുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെന്ന് ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. മത്സരിക്കാതിരിക്കേണ്ട കാര്യവും ഉണ്ടായിട്ടില്ല. പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും മത്സരിക്കുന്നത് കൊണ്ട് അപകടമൊന്നും ഉണ്ടാവാനില്ല. രണ്ടുപേരും കേരളത്തിന് ആവശ്യമാണ്. വി.എസ്. അച്യുതാനന്ദൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് സി ദിവാകരൻ, താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. എങ്ങനെയാണ് ആ അനുഭവ സമ്പത്ത് ഉപയോഗിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് CPM ആണുള്ളത്. ആ CPM-ൻ്റെ ഏറ്റവും പ്രമുഖരായ 2 പേർ ഒരേ സമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുക? അത് സംബന്ധിച്ച് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് CPI-ക്ക് ഇങ്ങനെ കാണാൻ കഴിയുമോ? വി.എസ്. ഇങ്ങനെ ഒരു റോൾ എടുക്കട്ടെ, പിണറായി ഇങ്ങനെ ഒരു റോൾ എടുക്കട്ടെ എന്ന്? അല്ല, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര സംഘടനാ വിഷയങ്ങളാണ്. കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇത്രയേറെ പരിചയസമ്പന്നനായ ഒരാൾ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ ഇപ്പോൾ ഇല്ല.
അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പങ്കാളിത്തവും ഇൻവോൾവ്മെൻറ്റും എല്ലാം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എപ്പോഴും കരുത്ത് പകരുന്നതാണ്, ആവേശം പകരുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള മറ്റ് പല നേതാക്കന്മാരും അവരുടെ എല്ലാം കൂടി ചേർന്ന് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ലീഡർഷിപ്പിൽ വലിയൊരു പങ്ക് തീർച്ചയായിട്ടും VS-നുണ്ടാവും. എന്തോ ഒരു ചെറിയ ഓഡിയോയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അതുകൂടി നമുക്ക് പരിഹരിച്ച് താങ്കളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, VS അച്യുതാനന്ദൻ പറയുന്നു പിണറായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ താൻ ഉണ്ടാകില്ല എന്ന മാധ്യമ വാർത്ത നിഷേധിക്കുന്നു എന്ന്. എന്താണ് അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? VS അച്യുതാനന്ദൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി രംഗത്തുണ്ടാകുമെന്നാണോ? നികേഷ്, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറച്ച് ഒരു അതിവായനയുടെ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സഖാവ് VS അച്യുതാനന്ദന്റെ ഈ പ്രസ്താവന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നതും. കാരണം ഒരു മാധ്യമം പ്രചരിപ്പിക്കുന്നു പിണറായി വിജയൻ മത്സര രംഗത്തുണ്ടെങ്കിൽ ഞാൻ മത്സരരംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ് VS അച്യുതാനന്ദന്റെ നിലപാടെന്ന്. അത് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ള ഒരു VS-ന്റെ ഒരു നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ പാടെ തിരുത്തിക്കൊണ്ട് ഇത് പാർട്ടി ശത്രുക്കളെ മാത്രമേ സഹായിക്കുകയുള്ളൂ. തന്നെയല്ല, VS-ന്റെ പ്രസ്താവനയിൽ എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. മുമ്പുള്ള VS-ന്റെ പ്രസ്താവനയിൽ നിന്നും ഇന്നത്തെ പ്രസ്താവന വ്യത്യസ്തമാകുന്നതും അങ്ങനെ തന്നെയാണ്. CPM-ഉം LDF-ഉം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമെന്നും വമ്പിച്ച വിജയം ഈ മുന്നണി കൈവരിക്കുമെന്നും പറയുന്ന VS അച്യുതാനന്ദൻ സത്യത്തിൽ ചെയ്യുന്നത് ഒരു ഐക്യത്തിന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെയും സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ കുറെ സ്ട്രെസ് ചെയ്യുക വഴി ഒരു മോഡുലേഷനെ അതിവായനയുണ്ടെന്നാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ താങ്കൾ പറയുന്നത്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, താങ്കളിലേക്ക് തന്നെ തിരികെ വരികയാണ്. പിണറായി വിജയൻ ഇപ്പോൾ SNC ലാവലിൻ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാൾ വീട്ടിലിരിക്കണം എന്ന് VS അച്യുതാനന്ദനാണെങ്കിലും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ താൻ ഒപ്പം മത്സരിക്കില്ല എന്ന് പറയാൻ ഈ സാഹചര്യത്തിൽ VS അച്യുതാനന്ദന് സാധിക്കില്ല. പക്ഷേ VS അച്യുതാനന്ദൻ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നറിയുമ്പോൾ ഒരു രേഖപ്പെടുത്തൽ നടത്തുകയാണ്, താൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ തീർപ്പുണ്ടാവുകയാണ് എങ്കിൽ അപ്പോൾ തൻ്റേതായ ഒരു നിലപാട് വരാനിടയുണ്ട്. ആ രേഖപ്പെടുത്തലല്ലേ ഇന്ന് VS അച്യുതാനന്ദൻ നടത്തിയിരിക്കുന്നത്? അതിനും ചെറിയൊരു എതിർവാദം എനിക്കുണ്ട് നികേഷ്. കാരണം ഈ ലാവ്ലിൻ കേസ് ഈ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വന്ന ശേഷം ആ കേസിനെ കുറിച്ച് VS-ഉമായിട്ട് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഒരു ലേഖകൻ എടുത്തു ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ പ്രസക്തമല്ലല്ലോ, ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ, അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. വളരെ വ്യക്തം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ലാവലിൻ കേസ് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. കാരണം അത് വിചാരണ കോടതിയാൽ റദ്ദ് ചെയ്യപ്പെട്ട കേസാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ എന്ന CPM നേതാവിനെ സംബന്ധിച്ചിടത്തോളം SNC ലാവലിൻ കേസിൽ അക്കാര്യത്തിൽ VS അച്യുതാനന്ദൻ എടുത്തിട്ടുള്ള നിലപാട് അറിയാമല്ലോ. ഇടമലയാർ, പാമോലിൻ, ലാവലിൻ അടക്കമുള്ള എല്ലാ അഴിമതി കേസുകളിലും എൻ്റെ നിലപാട് ഒരേപോലെയാണ് എന്നാണ്. അപ്പോൾ ആ അഴിമതി കേസ് റദ്ദ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത് പ്രസക്തമല്ല എന്ന് VS അച്യുതാനന്ദൻ പറയുമ്പോൾ നാളെ അത് പ്രസക്തമാകാനിടയുണ്ട് എന്ന് വായിച്ചെടുക്കണമോ? അല്ല, അങ്ങനെ വായിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ വായിച്ചെടുക്കാം. പക്ഷെ ഞാനതിനെ കാണുന്നത് നാളെ നികേഷ് സൂചിപ്പിച്ച പോലെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ കാണുക. അതായത് ജസ്റ്റിസ് ഉബൈദ് ഈ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ, ട്രയൽ ഇല്ലാതെ എന്നുള്ളത് സാങ്കേതികമായ അർത്ഥത്തിലാണ്, നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് അത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് CBI കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മറിച്ച് അത് ട്രയൽ കോർട്ടിലേക്ക് തന്നെ അത് റെഫർ ചെയ്യുകയും സാങ്കേതികമായ അർത്ഥത്തിൽ ആ കേസ് പിന്നെയും നിലവിൽ വരുന്നതുമായ ഒരു അവസരത്തിൽ CPM എന്നുള്ള പാർട്ടി, ഇടതുപക്ഷ പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതിനകത്ത് VS അച്യുതാനന്ദന്റെ വ്യക്തിപരമായ ഒരു നിലപാടിനോ പിണറായി വിജയന്റെ വ്യക്തിപരമായ ഒരു നിലപാടിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസായി കണ്ടുകൊണ്ട് അതിനെ സാങ്കേതികമായ അർത്ഥത്തിൽ നിയമപരമായി നേരിട്ടുകൊണ്ട് രാഷ്ട്രീയമായി നേരിട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമോ, അതോ
ഈ സാങ്കേതികമായ അർത്ഥത്തിന് അപ്പുറത്തേക്കുള്ളൊരു അർത്ഥം ആ പാർട്ടി കാണുമോ എന്നുള്ള എന്ത് തീരുമാനം ആ പാർട്ടി കൈക്കൊണ്ടാലും ഞാൻ വിശ്വസിക്കുന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ ആ തീരുമാനത്തിനൊപ്പം ഉണ്ടാകും. അതല്ലാതെ ഒരു വ്യക്തിയുടെ തീരുമാനം എന്നുള്ള നിലയിലേക്ക് ഇനിയും ചുരുക്കിക്കൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ വിഭജിക്കപ്പെടേണ്ടതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ള ഒരു ആപൽക്കരമായ സന്ദേശം ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ കൊടുക്കുവാൻ വി എസ് അച്യുതാനന്ദനെ പോലെ ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സി ദിവാകരൻ, ഈ ഒരു മെയ്വഴക്കമൊന്നും അല്ലെങ്കിൽ ഈ ഒരു ഇളവൊന്നും പിണറായി വിജയന് ഒരു കാലഘട്ടത്തിലും വി എസ് അച്യുതാനന്ദൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഭയക്കേണ്ട കാര്യം. ഞാൻ നേരത്തെ ശ്രീ NM പിയേഴ്സിനോട് ചോദിച്ച ചോദ്യം താങ്കളോടും ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കേസ് വരുമ്പോൾ ഇത് ഒക്കെ തന്നെയും പലരും പലയിടത്തും എഴുതി വിടുന്നതായതുകൊണ്ട് അത് ആവർത്തിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചളിപ്പുമില്ല. ഉമ്മൻചാണ്ടിയുടെയും കെ ബാബുവിൻ്റെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും കേസുകൾ വരുമ്പോൾ 2 മാസത്തെ അവധി നൽകി അവരെ നിലനിർത്തുന്നു. പിണറായി വിജയൻ്റെ കേസ് വരുമ്പോൾ ഫെബ്രുവരി 3rd വീക്കോടുകൂടി ഈ കാര്യങ്ങൾ കേൾക്കുമെന്നും പരമാവധി വേഗത്തിൽ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവധി നൽകുകയും പിണറായി വിജയൻ്റെ കാര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ തീർപ്പ് കൽപ്പിക്കുകയും SNC ലാവ്ലിൻ കേസിൽ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും എന്ന നിലപാട് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ട്രാക്ക്. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയാണ് എങ്കിൽ അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നിലപാടെടുക്കും എന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ എതിരാളി പറയുന്ന ഒരു സാഹചര്യം. ഇത് ഇപ്പോൾ സോളാറ് ബാറ് എന്ന നിലയിൽ നിങ്ങളെല്ലാം ആയി എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, സ്വയം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതൊന്നുമല്ല അടുത്ത 2 മാസം വരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചനയെങ്കിലും രാഷ്ട്രീയമായി വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്ന ശ്രീ ദിവാകരൻ താങ്കൾക്കില്ലേ? തീർച്ചയായിട്ടും നികേഷ് വളരെ അതിൻ്റെ ഒരു ഡെപ്തിൽ ഉള്ള വിഷയങ്ങളാണ് എടുത്ത ചോദ്യങ്ങളായിട്ട് എൻ്റെ നേർക്ക് എറിഞ്ഞിരിക്കുന്നത്. ഈ ജുഡീഷ്യറിയുടെ ചില നിലപാടുകളെ സംബന്ധിച്ച് വ്യാപകമായ വിവാദങ്ങളിപ്പോൾ കേരള സമൂഹത്തിനിടയിലുണ്ട്. ഈ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഉമ്മൻചാണ്ടിയുടെ കേസ് വന്നപ്പോൾ 2 മാസത്തേക്ക് സ്റ്റേ കൊടുത്തിരിക്കുന്നു. സ്റ്റേ കൊടുക്കാൻ ഏത് കോടതിക്കുള്ള അവകാശമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ കേസിൻ്റെ സ്വഭാവം നോക്കിയാൽ എന്തിനാണ് ഈ 2 മാസം എന്നത് നിശ്ചയിച്ച് സ്റ്റേ കൊടുത്തത്? സാധാരണ ഒരു സ്റ്റേ കൊടുക്കുമ്പോൾ അതിന് കാലാവധി പറയാറില്ല. സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഏത് സമയത്ത് വേണമെങ്കിലും അതിൻ്റെ എതിരാളികൾക്ക് പോകാം. പക്ഷേ എതിരാളികൾ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പോകാത്ത വിധം 2 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നതാണ് കോടതിയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച്. ഞാനൊന്ന് ഇടപെടുകയാണ്. അത് സ്വാഭാവികമായും കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന വിഷയങ്ങൾ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ല. കോടതിയുടെ മുന്നിൽ വരുന്ന കീഴ്ക്കോടതി വിധികൾ സംബന്ധിച്ച് കോടതിക്ക് ശരിയായ തീരുമാനം എടുക്കാതിരിക്കാൻ വയ്യ. ആ നിലയിൽ തന്നെ അതിനെ കാണണം. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണോ ജുഡീഷ്യറി ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ സാധ്യത എന്ന് കണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ നീക്കങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ കുറച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട് വരുന്ന 2 മാസങ്ങളിൽ എന്ന് പറയാൻ കാരണം. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം അങ്ങനെ ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിയിൽ തൂങ്ങി നിൽക്കുന്നതുമല്ല. ഇത് വലിയ ഒരു ജനകീയ മുന്നേറ്റം ഈ കേരളത്തിൽ നികേഷ് നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും അതിൻ്റെ താല്പര്യമുള്ള ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം നടക്കുകയാണ്. വലിയ മുന്നേറ്റമൊക്കെയാണ്. ദയവായി തുടരുക ശ്രീ സി ദിവാകരൻ. ശ്രീ NM പിയേഴ്സൺ, ഒരുപക്ഷെ സി ദിവാകരൻ അക്കാര്യത്തിൽ മറുപടി പറയാനുള്ള കുറേ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളിലേക്ക് വരുന്നതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ അങ്ങനെയാണെങ്കിൽ CPIM പറയണം, SNC ലാവ്ലിൻ കേസ് അതിൻ്റെ വിചാരണ കോടതി തീർപ്പ് കൽപ്പിച്ച് വിട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു അനക്കവുമില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വീണ്ടും രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി SNC ലാവ്ലിൻ കൊണ്ടുവരികയാണ്. ഇതിലെന്ത് വിധി ഉണ്ടായാലും
അതിൽ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം വെക്കുന്നയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ജയിക്കുകയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കുന്ന പ്രകാരം മുഖ്യമന്ത്രിയാവും എന്ന് പറയണം പാർട്ടി. അത് ചെയ്യുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും മത്സരിപ്പിച്ച് FIR-ൽ പ്രതികളായിട്ടുള്ളവർക്കും വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന സൂചന നൽകുകയാണ്. അതായത് പാർട്ടിക്കൊന്നും നേരിട്ട് പറയാൻ കഴിയുന്നില്ല. പാർട്ടിക്ക് നേരിട്ട് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എസ് അച്യുതാനന്ദൻ എന്ന പിണറായി വിജയൻ്റെ എതിരാളി അവിടെ ഈ നിലയിൽ ചില കുറിപ്പുകൾ എഴുതി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ യാഥാർത്ഥ്യങ്ങളൊന്നും അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കരുത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തൽക്കാലം കേരളത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കാരായി രാജനെയൊക്കെ മത്സരിപ്പിക്കാൻ തന്നെ CPM തീരുമാനിച്ചത്. കാരണം ഇത്തരത്തിൽ FIR പ്രതികളായി മാറിയ ആളുകളെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യാം എന്ന് കേരളത്തിൽ സ്ഥാപിച്ചെടുത്തുകൊണ്ട് അതിലൂടെ അവരെ കുറ്റവിമുക്തരാക്കിയെടുക്കാൻ കഴിയും എന്ന് വിശ്വാസമുള്ള നേതാക്കളാണ് ആ പാർട്ടിക്കുള്ളത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ പോലും അവർക്ക് ഈ യാഥാർത്ഥ്യത്തെ അഭിസംബോധനയായിട്ടുള്ള കരുത്തില്ലാതെ വരുന്നത്. സി ദിവാകരനും വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇവർ വളരെ അമിത ആഹ്ലാദത്തിലാണ്. സരിതയും സോളാറും കൊണ്ട് ഇവരെ വീണ്ടും രാഷ്ട്രീയ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും എന്നുള്ളതാണ്. സരിതയുടെയും സോളാറിൻ്റെ വിഷയങ്ങളൊക്കെ കേരളത്തിലെ ആളുകൾ മടുത്തു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാൻ പോകുന്നത് ലാവലിനും അതേപോലെ തന്നെ പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഇവരെത്ര പറഞ്ഞാൽ പോലും ഈ വിഷയങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ കോടതിക്ക് പോലും കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ കോടതികളൊക്കെ ആത്മനിഷ്ഠമാണെന്ന തോന്നലിലേക്ക് കേരളത്തിലെ ആളുകൾ എത്തുന്ന ഒരു അന്തരീക്ഷം പോലും നമുക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിൽ മണക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊക്കെ വലിയ രാഷ്ട്രീയം തന്നെയാണ് മുഴുവനായിട്ടുള്ളത്. എല്ലായിടത്തും രാഷ്ട്രീയവും അധികാരവും ഭരണകൂടവും കയറി കളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ തന്നെ ആ വിഷയം എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? നിങ്ങൾ വൈകുന്തോറും നിങ്ങളെ വേട്ടയാടാൻ പോകുന്ന ദുർഭൂതമായി അത് തുടരുന്നില്ലേ? കഴിഞ്ഞ 2.5 വർഷക്കാലം ഇല്ലാത്ത SNC ലാവലിൻ കേസ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം എങ്ങനെ ഉയർന്നു വരുന്നു എന്ന രാഷ്ട്രീയ ചോദ്യം ചോദിക്കുന്നതിൽ LDF പരാജയപ്പെട്ടിട്ടില്ലേ? LDF യാതൊരു കാര്യത്തിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഈ നേരത്തെ പറയാനായിട്ട് അദ്ദേഹം പറയുന്നതായിട്ട് ഇവർ സരിത കേസും പിന്നെ ബാർക്കോഴയും കൊണ്ടുവന്ന് അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ബാർക്കോഴയിലല്ല ഇപ്പോൾ പിന്നെ KM മാണി നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾക്ക് ദിവസവും വാർത്ത തരുന്നത്. എങ്ങനെയാണ് KM മാണി മന്ത്രിസഭയിൽ നിന്ന് തെറിച്ചു പോയത്? എന്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഉമ്മൻചാണ്ടിക്ക് പോലും മാണിയെ സംരക്ഷിക്കാൻ കഴിയാതെ അനാഥമായി നാഥനില്ലാതെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ വന്നിരിപ്പ് കണ്ടാൽ പരമദാരുണമായ ഒരു അവസ്ഥയിലെത്താൻ കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം ഉന്നയിച്ച അതിശക്തമായ നിലപാടാണ്. ഇപ്പോൾ സരിതയുടെ കേസ് വന്നപ്പോഴേ ഇത് ആദ്യം എന്താ പറഞ്ഞത്? നിയമസഭയിൽ ഇങ്ങനൊരു സംഭവമില്ല, ഇതാരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ നിയമിക്കുകയും അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഞാൻ 14 മണിക്കൂറാണ് കമ്മീഷൻ്റെ മുമ്പിൽ ഞാൻ മൊഴി കൊടുത്തത്. ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി പറയുക 14 മണിക്കൂർ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ കമ്മീഷൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയർത്തിയത് വളരെ ന്യായമായ ഒരു കാര്യമല്ലേ? ഇപ്പോൾ ലാവ്ലിൻ കേസ് വന്നു, നികേഷ് പറഞ്ഞത് ശരിയാ. ലാവ്ലിൻ കേസ് ഈ കോണ്ടെക്സ്റ്റിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കേന്ദ്രങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അവരുടെ ലക്ഷ്യം എന്താണ്? അത് വേട്ടയാടുക തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടാൻ പറ്റുമെങ്കിൽ അതിനൊരു പിടിവള്ളിയായിട്ട് ഈ ലാവ്ലിൻ കേസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നവർ നോക്കുന്നവരുണ്ടാവാം. അല്ല, നോക്കുന്നവരുണ്ടാകാം എന്ന് പറയുമ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ഷിബി ഉണ്ണികൃഷ്ണൻ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ SNC ലാവ്ലിൻ കേസ് വിചാരണ കോടതി വിട്ടിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിരിക്കുന്നു. ഇതുവരെ അത് മേൽക്കോടതിയിൽ വിചാരണ ചെയ്യപ്പെടണം എന്ന ആഗ്രഹം സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ചിട്ടില്ല, CBI പ്രകടിപ്പിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനോട് അടുക്കുമ്പോൾ അത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം എന്ന ഒരു ഹർജിയുമായി കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ് എത്തുന്നു. ഗവൺമെൻറ്റിനെ കക്ഷി ചേർക്കലും
വിചാരണ വേഗത്തിലെടുക്കുന്നത് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതും ഒരേ ദിവസം പി ഉബൈദിൻ്റെ ബെഞ്ചിൽ നിന്ന് വിധിയായി വരുന്നു. ഫെബ്രുവരി 3-ാം വാരം കേസ് കേൾക്കാനെന്നും പരമാവധി വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാമെന്നും പറയുമ്പോൾ മാർച്ച് 31-ന് മുമ്പ് അക്കാര്യത്തിൽ തീർപ്പുണ്ടാകും എന്ന് കോടതി നടപടികൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിൻ്റെ തൊട്ടു മുന്നിൽ ഉപയോഗിക്കാവുന്ന രാഷ്ട്രീയ വിഷയമായി മാത്രം SNC ലാവ്ലിൻ കേസ് മാറുന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് ക്യാമ്പയിൻ ചെയ്ത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് നികേഷിന്റെ ആ ചോദ്യം അത് കുറച്ച് പ്രിമച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയന്റെ നവകേരള മാർച്ചിന് തൊട്ട് തലേ ദിവസം, ആ മാർച്ച് തുടങ്ങുന്നതിന് തലേ ദിവസമാണ് ഈ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുന്നത്. ആ പാർട്ടി സെക്രട്ടറി കൃത്യമായ ഒരു പത്രസമ്മേളനം നടത്തി ആ വിഷയം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് UDF-ഉം കോൺഗ്രസും ആഗ്രഹിക്കുന്നത്? ഈ നവകേരള മാർച്ചിൽ ഉടനീളം മുമ്പോട്ട് വയ്ക്കുന്ന വികസന നയങ്ങളെ കുറിച്ചുള്ള ചർച്ച പുറകോട്ട് പോവുകയും ഈ മാർച്ചിലുടനീളം ലാവ്ലിൻ എന്ന വിഷയത്തിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1. 2, ആ ലക്ഷ്യം അത് തെറ്റാണ്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഒരു കാഴ്ചപ്പാട് പറയുകയാണ്. ഒരുപക്ഷെ മാർച്ചിൽ അത് ചർച്ച ചെയ്യപ്പെടണം എന്നതിനപ്പുറത്തേക്ക് അധികാരം തിരികെ പിടിക്കുക എന്നുള്ളതാണ് UDF-ന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ അധികാരം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും എതിർപക്ഷത്ത് LDF-ൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കുഴപ്പമുണ്ടാക്കാൻ കഴിയുക പിണറായി VS അച്യുതാനന്ദൻ പോരാട്ടത്തിലൂടെയാണ്. ആ പോരാട്ടത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുക, അതിനുവേണ്ടി ജുഡീഷ്യറിയിൽ കാര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഒരുപക്ഷെ ആസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം, ആസഫ് അലിയെ നിയന്ത്രിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ യാത്രയുമായി അതിന് ബന്ധമില്ല. കാരണം ആ യാത്രയിൽ അത് വിവാദമായി അലിഞ്ഞു തീരുന്നതിനല്ല എതിർപക്ഷം ആഗ്രഹിക്കുക, അതിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്നുള്ള കൃത്യമായ വിധി വരികയും അതിനനുസരിച്ച് CPM-ൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നതിലായിരിക്കും. അല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ നികേഷ് പറഞ്ഞത് ശരിയായിരിക്കാം. ഇതിന്റെ ഒരു പരമോന്നത ഒരു അന്തിമമായ ലക്ഷ്യം തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തീർപ്പ് കോടതിയിൽ നിന്ന് കിട്ടുകയും അതുവഴി പിണറായി വിജയൻ എന്ന ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്നും ബഹിഷ്കൃതനാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാവണം എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ താങ്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഈ മാർച്ചിലുടനീളം ശ്രീ സുധീരൻ ചെയ്തതെന്താണ്? ആ വിഷയത്തിലേക്ക് സംവാദം ഒരു തുടർച്ചയായി കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുകയും ആ കെണിയിൽ വീഴാതിരിക്കാൻ പിണറായി വിജയൻ ഒരു പരിധിവരെ വിജയിച്ചെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന് അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നവകേരള മാർച്ച് കഴിയുന്നതോടുകൂടി ഇതിനകത്ത് അന്തിമമായ ഒരു തീർപ്പ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നതോടുകൂടി CPM എന്ന രാഷ്ട്രീയ കക്ഷിക്ക് തെളിവോടെ വ്യക്തതയോടെ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. അത് അവർ പൊതുസമൂഹത്തിനോട് പറയാൻ ബാധ്യസ്ഥരാണ്. ആ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഒരു പൊതു നിലപാട് എടുക്കുന്ന വഴിയിൽ അതിനകത്ത് VS അച്യുതാനന്ദന് വ്യത്യസ്തമായ ഒരു നിലപാട് ഉണ്ടാകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. തുടരുക. ശ്രീ ദിവാകരൻ, 2 പ്രധാനപ്പെട്ട നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അപ്പോൾ തന്നെ സ്വാഭാവികമായും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ചോദ്യം എല്ലാ വോട്ടർമാരുടെയും മുന്നിലുണ്ടാകും. ഓരോ വോട്ടറും തനിക്ക് ആഗ്രഹിക്കുന്നയാൾ മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിച്ച് ഒരുപക്ഷെ വോട്ട് ചെയ്യുമായിരിക്കും. മുഖ്യമന്ത്രി എന്നുള്ളത് പോട്ടെ, പാർലമെൻ്ററി പാർട്ടി നേതാവ് ആര് എന്നത് സംബന്ധിച്ച് ഓരോ വോട്ടർക്കും ഒരു വ്യക്തത, സ്വന്തം തോന്നലുണ്ടാവും, അതിനനുസരിച്ച് വോട്ട് ചെയ്യട്ടെ എന്ന് വരും. പക്ഷേ ഇവിടെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ തന്നെയും അത് കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന 2 നേതാക്കൾ അവിടെ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവാകാനോ യോഗ്യരായി അവിടെ നിൽക്കുകയാണ് എങ്കിൽ അത് ഈ സ്പർദ്ധ കൂട്ടില്ലേ? അതിനു പകരം പാർട്ടിയും മുന്നണിയും CPIM-ഉം LDF-ഉം കൃത്യമായി ഈ വിഷയങ്ങളിലെല്ലാം തന്നെയും വ്യക്തത വരുത്തി ആരായിരിക്കും പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക എന്നത് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കില്ലേ നല്ലത്? കൃത്യമായൊരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇടമില്ല. കാരണം ഇന്നിപ്പോൾ VS ആണ് പ്രതിപക്ഷ നേതാവ്.
അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ അദ്ദേഹം നിൽക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ അതുപോലെ തന്നെ കേരളത്തിലെ അതിശക്തനായ ഒരു സംഘടനാ പ്രവർത്തകനാണ്. അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഇവർ തമ്മിലെങ്ങനെ ഒരു വലിയ മത്സരമുണ്ട് എന്ന പ്രചരണം തന്നെ VS ഇപ്പോൾ പാടെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ഇവർ രണ്ടുപേരും മത്സരിച്ചാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി അതിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വലിയ വിവാദമൊന്നും ഉണ്ടാവില്ല. 10 മിനിറ്റ് കൊണ്ട് അതെല്ലാം തീർക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ശ്രീ ഒരു പരിധിവരെ ഇന്നത്തെ നിലയിൽ UDF ജീർണിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, CPI ആഗ്രഹിക്കുന്നത് കുറെ കൂടി പ്രവർത്തന പാരമ്പര്യമുള്ള VS അച്യുതാനന്ദൻ നേതൃത്വത്തിൽ വരട്ടെ എന്നല്ലേ? അതിൻ്റെ സൂചനയല്ലേ ശ്രീ സി ദിവാകരൻ താങ്കളും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും നൽകുന്നത്? ഇല്ല, അതൊരു പർട്ടിക്കുലറായിട്ട് ഇന്ന ആൾ തന്നെ A or B എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളൊരു പൊതു തത്വമാണ് പറഞ്ഞത്. രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷേ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നിലപാട് വ്യക്തമാക്കാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷേ VS അച്യുതാനന്ദൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹമുള്ളവരല്ലേ CPI-ക്കാർ? CPI-ക്കാരല്ല, കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ. അദ്ദേഹം മത്സരിക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിക്കട്ടെ. പിണറായി വിജയൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. പ്രായമായവരുടെയും പരിചയസമ്പത്ത് ആവശ്യമാണ്, ചെറുപ്പക്കാരുടെയും ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അതിനകത്ത് വ്യക്തമായൊരു ധാരണയുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് ഇതൊരു വലിയ വിവാദ വിഷയം. നികേഷ് പറയുമ്പോൾ ഞങ്ങൾ LDF-നകത്ത് ഇതൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ആര് പിന്നെ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചാലും അവർ മുഖ്യമന്ത്രിയാവും. അതിനകത്ത് ഒരു പ്രത്യേക ആൾ തന്നെ വേണം. അതിൻ്റെ ബയോഡേറ്റ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. പാർട്ടി തീരുമാനിക്കും, എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കും, തീരുമാനിക്കും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ് വന്നിട്ടുള്ളത്, എല്ലാ കാലത്തും. ഇവിടെ VS അച്യുതാനന്ദൻ മത്സരിക്കണമെന്ന് മാത്രമല്ല, VS അച്യുതാനന്ദൻ ഇത്തവണ മലമ്പുഴയിൽ പോയി മത്സരിക്കരുത് എന്നും ആലപ്പുഴയിലോ അല്ലെങ്കിൽ കൊല്ലത്തോ മത്സരിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈഴവ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ സാധ്യമാകൂ എന്നും BJP വോട്ടുകളുടെ ചോർച്ച അങ്ങനെ കുറയൂ എന്നും പറ്റുമെങ്കിൽ നേമത്ത് മത്സരിക്കണമെന്നും അങ്ങനെ BJP-ക്കെതിരായ പോരാട്ടം ഞങ്ങൾ ഗൗരവത്തോടു കൂടി എടുത്തിരിക്കുകയാണെന്നുള്ള സന്ദേശം അണികളിലും പൊതുസമൂഹത്തിലും വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുമൊക്കെയാണ് നമ്മളിപ്പോൾ പത്രങ്ങളിൽ വായിക്കുന്നതും VS-നോട് അനുഭാവമുള്ള പാർട്ടി പ്രവർത്തകരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് VS മത്സരിക്കണം എന്നുള്ളത് ഒരു വികാരമാണെന്ന് എന്നുള്ളത് താങ്കൾ അറിയുന്നുണ്ടോ? അല്ല, VS മത്സരിക്കണം എന്നുള്ളത് വികാരം തന്നെയാണ്. CPI-യുടെ ആവശ്യമാണ്, CPM-ൻ്റെയും ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് VS-ൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സാന്നിധ്യം എന്നുള്ളത്. അത് തെളിച്ച് പറയുക എന്നുള്ളതാണ് ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ചുമതല. അല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഭൂരിപക്ഷമുള്ള ആളുകളെ മുഖ്യമന്ത്രിയാക്കും, ഇത്തരം വർത്തമാനങ്ങൾക്ക് എന്താണ് ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ളത്? അവിടെ ഒരു ചോദ്യം നിൽക്കുന്നു. VS അച്യുതാനന്ദനെ പോലെ വളരെ മുതിർന്നതായ ഒരു നേതാവും പിണറായിയെ പോലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു നേതാവും ഒന്നിച്ചു മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകും. VS-നെ മത്സരിപ്പിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം മറിച്ച് വരാനിടയില്ലേ? അല്ല, VS-നെ വെറുതെ മത്സരിപ്പിക്കാൻ സാധ്യമല്ല. VS-നെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരും. VS-നെ എത്ര കാലം മുഖ്യമന്ത്രിയാക്കണം എന്നതുപോലും വ്യക്തമായിട്ട് പറയാൻ ഇവർക്ക് കഴിവുണ്ടാവും. ഇനി എത്ര കാലം ആകാനാണ്? 93 വയസ്സുള്ള ഒരാൾക്ക് ഇനി എത്ര കാലമാണ് മുഖ്യമന്ത്രി? എന്തുകൊണ്ട് VS ഇപ്പോഴും ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ആവശ്യമായി വരുന്നു എന്നുള്ളത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന് VS-നെ ആവശ്യമാണ് എന്ന് വെച്ച് മുഖ്യമന്ത്രിയാക്കണമെന്നാണോ? അല്ലാതെ ഒരു തരത്തിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും? അപ്പോഴാണ് പ്രശ്നം. AKG അല്ലെങ്കിൽ പിന്നീട് വന്ന EMS, പിന്നീട് വന്നിട്ടുള്ള മറ്റു നേതാക്കന്മാർ ഇവരെല്ലാം മുഖ്യമന്ത്രിയാക്കിയാൽ മാത്രമേ താൻ പാർട്ടിയോടൊപ്പം നിൽക്കൂ എന്ന് വാദിച്ചവരാണോ? അവരെ അങ്ങനെ ആയിരുന്നില്ല. അവരല്ലല്ലോ VS. അവരെ ഒരിക്കൽ പോലും നമുക്ക് VS-ഉമായിട്ട് താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കാലഘട്ടം കഴിയുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ അപജയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാവുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നമ്മളുടെ പഴയ കാലത്ത് AKG പോലെയുള്ളൊരു നേതാവിനെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ CPM-നകത്ത് കാണിച്ചു തരാൻ പറ്റുക? EMS-നെ പോലുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു നേതാവിനെ എവിടെയാണ് നമുക്ക് CPM-ലും അതുപോലെ തന്നെ CPI-യിലും തപ്പിയെടുക്കാനായിട്ട് കഴിയുക? ഇതൊക്കെ ഈ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചു വരുന്നതായിട്ടുള്ള
ചെറിയ ചെറിയ അപജയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ആ അപജയത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഇത്തരം സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് വ്യക്തിത്വങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമാണ് ഇവരെല്ലാം അവസാന സംസാരിച്ചിരിക്കുന്നത്. ഘട്ടത്തിലേക്ക് ശ്രീമതി കെ രമ, നേരത്തെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേക മുന്നണിയായി മത്സരിച്ചിട്ടുള്ളവരാണല്ലോ. വി എസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി CPM ഉയർത്തിക്കാണിക്കുകയാണെങ്കിൽ മറ്റൊരു നിലപാടായിരിക്കുമോ RMPക്ക്? രമ, ുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി കേട്ടില്ല. RMPക്ക് ഇക്കാര്യത്തിൽ VSനെ മുഖ്യമന്ത്രിയാക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചും RMPക്ക് വിഷയമല്ല. RMP ഉയർത്തിയ രാഷ്ട്രീയം VSനുമായി കേന്ദ്രീകരിച്ചുകൊണ്ടിട്ടുള്ള ആ രാഷ്ട്രീയമല്ല RMP ഉയർത്തുന്ന രാഷ്ട്രീയം. RMP ഈ VS ഉയർത്തിയ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പിറകോട്ട് പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചത്. ഈ VSനെ മുഖ്യമന്ത്രിയാക്കണോ എന്നതിനെ സംബന്ധിച്ചുള്ള നിലപാടിൽ ആ ഒരു കാര്യമാണ് പ്രതിപാദിച്ചത്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ലാവ്ലിൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം സംസാരിച്ചോട്ടെ. നേരത്തെ ലാവ്ലിൻ വിഷയം അതിന്റെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ആളുകൾക്ക് ഇപ്പൊ വീണ്ടും അത് വന്നപ്പോൾ അതിലെന്താണ് ഇത്ര ഒരു ഭയക്കാനുള്ളത്? എത്രയും വേഗം കോടതി നടപടികൾ പൂർത്തീകരിച്ച് അതിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയല്ലേ വേണ്ടത്? ഇതിൽ ഹൈക്കോടതിയുടെ പരാമർശം വളരെ വ്യക്തമായിട്ടുള്ള ഒരു പരാമർശമല്ലേ ഈ കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ നടത്തിയിരിക്കുന്നത്? പ്രതികളെയെല്ലാം വെറുതെ വിട്ട കീഴ്ക്കോടതിയുടെ വിധിയുടെ നിലനിൽപ്പ് സംശയകരം എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? അതിലൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ 6 പ്രതികളിൽ 4 പേർ മാത്രമേ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തുള്ളൂ. അത് 2 പേരെ കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി വന്നപ്പോൾ അത് സംശയകരമല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രയും വേഗം തീർപ്പാക്കുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്തിനാണ് CPM പിണറായി വിജയനും ഇപ്പോൾ അതിനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? മടിയിൽ കനമില്ലാത്തവർക്ക് എന്തിനാണ് ഇതിനെ ഭയക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. പിന്നെ VSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പറയുമ്പോൾ നേരത്തെ VS ഈ വിഷയത്തിനൊക്കെ എടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകളാണ് ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് പൊതുസമൂഹത്തോട് പറയേണ്ടത്. അത് മാത്രമല്ല, ഇന്ന് VSന് CPM എന്ന പാർട്ടി ഘടകത്തിലുള്ള സ്ഥാനം എന്താണ്? ഒരുപക്ഷെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഏത് ഘടകത്തിലാണ് ഇന്ന് CPMന്റെ ഉള്ളത്? അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിലനിൽക്കുകയല്ലേ. ഒരു ഘടകത്തിലും പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ഒന്നും അദ്ദേഹം നിലനിൽക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷം 2005 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എടുത്ത നിലപാട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുണ്ടോ? മുന്നാർ ഓപ്പറേഷൻ പോലെയുള്ള അതിശക്തമായ നിലപാടെടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പിറകോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് കാര്യങ്ങൾ എത്തിച്ചില്ല. ഏതെങ്കിലും കാര്യം വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഈ പാർട്ടി ഘടകത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അവസാനമായി ശ്രീ ദിവാകരൻ, ആരായിരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പോഴാരാണ് എന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുമോ? CPIക്ക് ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകാതെ നോക്കണം എന്ന അഭിപ്രായമുണ്ടോ? CPIക്ക് ഇങ്ങനൊരു വിഷയം CPIയുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല. കാരണം ഇതിനകത്തൊരു മേജർ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗത്വമുള്ള പാർട്ടിയാണ് അതിൻ്റെ പാർലമെൻ്ററി നേതാവായിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ചോദ്യം അവരാണ് നേരിടേണ്ടത്. മുഖ്യമന്ത്രി സാധാരണ ഇവിടെ രാജ്യത്തൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, നമ്മുടെ അത് പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. എല്ലാ കാലത്തും ഒരു പ്രാക്ടീസുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രമ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയേക്കാൾ പ്രധാനം ഈ തെരഞ്ഞെടുപ്പിന് LDF ആകർഷകമായ വിജയം കൈവരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൂടി ചേർന്ന് ജയിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴേ രാഷ്ട്രീയമായ ആവശ്യം. ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷിക്കുക എന്നുള്ളത്. അതിനപ്പുറത്താണ് പിന്നെ വരുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സാധാരണ അതിനകത്ത് വലിയ അപ്രമാദിത്വമൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ മന്ത്രിസഭയിലുണ്ട്. അങ്ങനെ ചുളുവിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ളതാണ് തോന്നലെങ്കിൽ അത് അത്ര എളുപ്പമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ ദിവാകരൻ, ഹൈക്കോടതി ഇക്കാര്യത്തിൽ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നു. നേരത്തെ ഈ സർക്കാരിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ സ്റ്റേ ചെയ്യുന്നു. അതിന് അനുസൃതമായി ചില പ്രസ്താവനകൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ച് ചുളുവിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പോൾ കാര്യങ്ങൾ
കൈകാര്യം ചെയ്യാം എന്നാണ് ധാരണയെങ്കിൽ അത് തെറ്റാണ്. അതാണ് സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. വളരെ നന്ദി ശ്രീ സി ദിവാകരൻ, CPI നിയമസഭാ കക്ഷി നേതാവ്. യെസ്, പറഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറയാം നികേഷ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെല്ലാം അറിയുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ പരിഹാരം കാണാത്ത ഒരു വിഷയവും വന്നിട്ടില്ല, വരികയില്ല. ഞങ്ങൾ എന്നും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ഈ ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയല്ല, അതിനപ്പുറത്ത് വല്ല കോടതിയുണ്ടെങ്കിലും എന്ത് വിഷയം വന്നാലും അതിനകത്ത് ഓണസ്റ്റായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള കരുത്തുള്ളതാണ് വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ചെറിയ എന്താണ് ലാവിലും കേസിൻ്റെ ഓലപ്പാമ്പൊന്നും ഇപ്പോൾ ഓടില്ല. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. വരട്ടെ, വിധി വരട്ടെ, വരുമ്പോൾ ഞങ്ങൾ കാണാം. നന്ദി ശ്രീ സി ദിവാകരൻ, ബി ഉണ്ണികൃഷ്ണൻ, KK രമ, NM പിയേഴ്സൺ അവരിൽ പങ്കെടുത്തതിന്. സിയാച്ചിനിലെ ഹിമപാതത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ലാൻസ് നായിക് ഹനുമന്തപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദ നില താഴുകയും ന്യൂമോണിയ ബാധിക്കുകയും ചെയ്ത ഹനുമന്തപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹനുമന്തപ്പയുടെ സഹനശേഷിയും ആവേശവും വാക്കുകൾക്ക് അതീതമാണെന്ന് സൈനിക ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹനുമന്തപ്പയെ സിയാച്ചിനിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. അവർ അവസാനിക്കുന്നു. നമസ്കാരം.